ഹായ് കുട്ടീസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, നമ്മുടെ ബേ ലീഫ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 1-2 സവാള നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. അത് ഞാനൊരു 3 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണക്ക് വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി കൂടി ചെറുതായിട്ട് അതിനത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും, മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനൊരു പച്ചമണമൊക്കെ, മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു മസാലയുടെ മണമൊക്കെ മാറി വന്നാലാണ് നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ കട്ട തൈര് അല്ലെങ്കിൽ യോഗട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ 2 സ്പൂൺ യോഗട്ട് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചെമ്മീനൂടെ പ്രത്യേകിച്ച് വെച്ച് ചെമ്മീനൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടച്ച് വയ്ക്കാണ്ട് നമുക്ക് ചെമ്മീനിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടച്ച് വെക്കാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ മസാല എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പെപ്പർ പൗഡർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട്, എരിവ് നോക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ ഈ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഒരുപാട് കുക്കായി പോവേണ്ട കാര്യമില്ല. നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് അളവിൽ ബസ്മതി വേവിച്ചത് എടുത്തിട്ട് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റൈസ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളത് ഈ ഒരു മേലൊരു ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈഡ് ഓണിയൻസും അതുപോലെ തന്നെ കാഷ്യൂസും അതുപോലെ റൈസിൻസും മല്ലിയില, പുതിനയില എല്ലാം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മേലിലേക്ക്, ഇത് ഓപ്ഷണലാണ്, ഇത് നമ്മൾ 1/4 കപ്പ് പാലിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് സാഫ്രോണും കൂടി ഒന്ന് മിക്സാക്കി കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും.